കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നു, കുറേ നമ്മളുടെ ഫീൽഡിലുള്ള കുറേ സീനിയേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നു. അവർ ജീവിച്ചു പോയ മാർഗ്ഗങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അറ്റൈൻ ചെയ്തതെന്ന് നമ്മൾ പഠിക്കുന്നു. ഡിഫറെൻറ്റ് ഫീൽഡുകളുള്ള ആളുകളെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മെഡിക്കോ നമ്മൾ മെഡിക്കൽ സമ്മിറ്റുകളിൽ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മെഡിസിനുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളെ കാണും, കോളേജുമായി ബന്ധപ്പെട്ട ആളുകളെ കാണും. പക്ഷേ ഇത് ലോ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇപ്പോൾ എനിക്ക് എങ്ങനെ റമീസ് കെ പരിചയം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളെ നമ്മൾക്ക് എന്തിനു പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കും. നമുക്ക് എന്ത് എപ്പോഴും ബന്ധങ്ങൾ നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ഉണ്ടാക്കുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാക്കില്ല. കണക്ഷൻസ് ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ളത് പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രൊഫ് സമ്മിറ്റിൽ പങ്കെടുത്തവരുടെ പലതരമുള്ള ഗ്രൂപ്പുകളുണ്ട്, അലുമിനി ഗ്രൂപ്പുകളുണ്ട്, അതല്ലാതെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ബിടെക് കഴിഞ്ഞു, ഒരു 2 വർഷം നാട്ടിൽ ജോലി ചെയ്തതിന് ശേഷം വിദേശത്ത് പോയിരുന്നു, അബുദാബിയിൽ. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവാസി ഘടകമായിട്ടുള്ള RSC പോലെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ, യൂത്ത് ഓർഗനൈസേഷൻസിലൊക്കെ കംപ്ലീറ്റ്ലി അവിടെ പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ നാട്ടിൽ പ്രൊഫ് സമ്മിറ്റിൽ പങ്കെടുത്തവരാണ്. അല്ലാതെ നാട്ടിൽ ഇങ്ങനെ SSFൻ്റെ മറ്റു പ്രോഗ്രാമിലൊന്നും പങ്കെടുത്ത പരിചയമൊന്നും അവർക്കില്ല. അങ്ങനെ പ്രൊഫ് സമ്മിറ്റിൽ നിന്ന് കിട്ടിയ എനർജിയിൽ നിന്നാണ് അവർ ഒരു ഇസ്ലാമിക് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് അവർ മാറുന്നത്.